പോലും ഇപ്പൊ ഞങ്ങളോട് സൂചിപ്പിച്ചു വന്നു, കേരളത്തിന്റെ പേര് പോലും ഈ ബഡ്ജറ്റിൽ സൂചനയെ കൊടുത്തിട്ടില്ല. ഇത്ര കേരള വിരുദ്ധത്തിന് കാരണം എന്താണ്? ഇവിടുന്ന് രണ്ട് മന്ത്രിമാരെ ഇവിടുന്ന് പോയിട്ടുണ്ടല്ലോ ഇവിടെ കേന്ദ്രത്തിലേക്ക്. ഒന്ന് നമ്മുടെ എല്ലാം ഇങ്ങോട്ട് ഞാൻ എടുക്കുകയാണെന്ന് പറയുന്ന ഗോപി മന്ത്രിയും പിന്നെ ഒരു കുര്യൻ മന്ത്രി എന്നൊക്കെ പറഞ്ഞ ആള്. ഇവര് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ വിവരം ഇവർക്ക് അറിയില്ലേ? എന്തുകൊണ്ട് ചോദിച്ചു വാങ്ങിയില്ല? മോദി വന്നപ്പോൾ ഇവിടെ പറഞ്ഞു, കേരളത്തിലെ ഒരു മന്ത്രി വന്നു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ചരിത്രം തന്നെ മാറ്റി എഴുതപ്പെടുന്ന അത്ര വികസനം കേരളത്തിൽ ഞങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞതാണ്. എന്നിട്ടിപ്പോൾ എന്തായി? കേരളത്തിൽ അക്കൗണ്ട് കൂട്ടിപ്പോയി, കേരളത്തിൽ അവരക്കൗണ്ട് തുടങ്ങി. പക്ഷേ കേരള നിവാസികൾക്ക് ഒരു നയാ പൈസയുടെ ഗുണം ഇവിടെ ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, കേരളത്തിലെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്നു എയിംസ് എന്ന് പറയുന്ന ലൈബ്രറി കമ്പനി. നമ്മളിവിടെ 50 ഏക്കർ സ്ഥലം എല്ലാം എടുത്ത് അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഇത് ഗവൺമെൻറ്റിനോട് നേരിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിനോട് പറയുകയും അവരുടെ സാങ്ഷൻ പല മന്ത്രിമാർ, കേന്ദ്രത്തിൻ്റെ പല മന്ത്രിമാർ ഇതിനു മുമ്പ് വന്നപ്പോൾ സാങ്ഷൻ വരെ തരുന്ന പരുവത്തിലെത്തിയിരുന്നു. പക്ഷേ ഈ ബഡ്ജറ്റ് വന്നപ്പോൾ ആ എയിംസ് എന്നൊരു ലൈബ്രറി പോട്ടെ ഒരു മെഡിക്കൽ കമ്പനി ഇവിടെ വരേണ്ടതിന് പകരം അതിനെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഗവൺമെന്റിന് പാർക്കൊന്നുമില്ല. ആ ശക്തമായ നിഷേധത്തിനെതിരെയാണ് കേരള പ്രവാസി സംഘം ഇന്ന് സംസ്ഥാനം ഒട്ടാകെയായിട്ട് ഈ വരുന്ന ജൂലൈ 26-ാം തീയതിയത്തെ പ്രക്ഷോഭമായിട്ട് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജൂലൈ 26-ാം തീയതി കേന്ദ്ര ബജറ്റിന് എതിരായിട്ടുള്ളൊരു പ്രതിഷേധ പ്രകടനമാണ് നടത്താനായിട്ട് നമ്മുടെ സംസ്ഥാന കമ്മിറ്റി കേരള പ്രവാസി സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനമാണ്. പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള, പ്രവാസികൾക്ക് കേരള ഗവൺമെൻറ് ആനുകൂലിക്കുന്ന അതേ അനുവാദത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റും സാമ്പത്തിക സഹായങ്ങൾ തന്ന് സംരക്ഷിക്കണമെന്നുള്ളതാണ്. അതുപോലെ വിദേശ രാജ്യത്തേക്ക് വരുന്ന ഒരാളിൽ വിശേഷാൽ ദിവസങ്ങളിൽ വെക്കേഷൻ സമയങ്ങളിലേക്ക് വരുമ്പോൾ ഒരു കൃത്യമായ കൃത്യനിഷ്ഠതയില്ലാതെ തോന്നുന്ന മാതിരിയുള്ള പ്ലെയിൻ ടിക്കറ്റിൻ്റെ വർധനകളാണ്. 5000 മുതൽ 1 ലക്ഷം രൂപ വരെയാണ് ഒരേ സമയത്ത് ടിക്കറ്റിൻ്റെ വില വർധന. ഈ വില വർധനയിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് ഒരു ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് അതിനൊരു സന്തുലിതാവസ്ഥ കൃത്യത വരിക്കണമെന്നും കേരള പ്രവാസി സംഘം ആവശ്യപ്പെടുന്നു. ആ കേരള പ്രവാസി സംഘത്തിൻ്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് കേരള ഗവൺമെൻറ് സംയുക്തമായിട്ട് വിവിധ മേഖലകളിലേക്ക് കേരളത്തിനുള്ള പുനരധിവാസ പദ്ധതിക്ക് വേണ്ടി 24,000 കോടി രൂപയുടെ ആവശ്യമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിച്ച്